ഹായ് ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ചോറാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെക്കുന്നത് ബീൻസ് ഉപ്പേരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീൻസ് കഴുകിയിട്ട് അത് ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആ ഒരു അളവിലാണ് കേട്ടോ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾ എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് ഉപ്പേരികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സബോള ഞാൻ അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ട് സബോള ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും 2 കഷ്ണം പച്ചമുളകും അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പച്ചമണം മാറി വരണവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളെ ബീൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നന്നായി കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ വെക്കുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മളെ ബീൻസ് ഉപ്പേരി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 2 നുള്ളി നാളികേരം ചിരവിത് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിക്കാറുണ്ട് ബീൻസ് ഉപ്പേരിക്ക്. അപ്പോൾ ഇനി ഞാനിവിടെ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക കേട്ടോ. പിന്നെ കുറച്ച് സബോളയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കണം. പിന്നെ 2 കഷ്ണം പച്ചമുളക് നടുകീറിയതും അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ വഴണ്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഒരു ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ബീൻസ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചോറിൻ്റെ വേവ് നോക്കുകയാണ്. അപ്പോൾ ചോറിൻ്റെ വേവ് നോക്കിയപ്പോൾ ചോറ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഗരം മസാലയും പിന്നെ കുറച്ച് ജീരകവും പിന്നെ ഒരു സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ചൂടുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കായം തേച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ ചെമ്മീനൊന്ന് കുക്കായി വരുമ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നന്നായി ചതച്ചിട്ട് ഈ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ ഫ്രൈക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് 2 ഐറ്റമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഒന്ന് നാളികേരിട്ടിട്ടുള്ളൊരു മാങ്ങ ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിക്കില്ലേ മാങ്ങ ഉപ്പും മുളകും അതുപോലെ വെളിച്ചെണ്ണ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് അതുമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിവിടെ നന്നായി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഉപ്പും മുളകൊക്കെ ചാലിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും വിനാഗിരിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ടൈമിൽ നമ്മളെ ചെമ്മീൻ ഇവിടെ നല്ലോണം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചെറിയതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നാളികേരം ഒന്ന് ക്രിസ്പിയായി വരുമ്പോൾ ഒരു മസാല കൂട്ടി ചോറ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് നാളികേരിട്ടിട്ടുള്ള ഒരു മാങ്ങ ചമ്മന്തിയാണ്. അതിലേക്ക് ഞാൻ 3 വറ്റൽമുളക് ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം മാങ്ങ കട്ട് ചെയ്തതും അതുപോലെ ഒരു സബോളയുടെ പകുതിയും ആണ് കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ ഈ മിക്സ് ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡറിലിട്ട് അടിച്ചു കൊടുത്തിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ നാളികേരം ഇട്ടിട്ട് അടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് അടിച്ചെടുത്തിട്ട് നോക്കുമ്പോൾ ഈ ഒരു പരിവായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് നാളികേരം കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇനി അടിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള നാളികേരം ചിരവിയത് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാളികേര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചെമ്മീൻ ഫ്രൈയും ഇവിടെ നോക്കി നല്ല മസാലയൊക്കെ ആ മസാല കൂട്ടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെമ്മീൻ ഫ്രൈ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് പൊതിച്ചോറിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ, ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സബോള ഇതുപോലെ ചെറുതായി കുനുകുനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തേക്കും സബോളയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെറുള്ളി വാങ്ങിക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ചെറുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഇതൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാൻ ഇവിടെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് എഗ്ഗിൻ്റെ മിക്സി പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള പൊതിച്ചോറിക്കുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കറികളൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമുക്കിനി അടുത്തതായിട്ട് പൊതിച്ചോറ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇല വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് ഓണാക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഈ ഇല ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പൊതിച്ചോറിൻ്റെ പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് നേരം മാറ്റി വെച്ചതാണ് തുറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.